നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടത്തെ മുനിമാർ അല്ലെങ്കിൽ അന്നത്തെ അറിവുള്ളവർ എന്ന് സ്വയം വിശേഷിപ്പിച്ചവർ എങ്ങനെ ആ അറിവ് അവർ നേടി എന്ന സത്യം. അവർ പറയുന്നു 20,000 വർഷമോ 30,000 വർഷമോ ഒറ്റക്കാലിൽ നിന്നും തപസ് ചെയ്ത് അവർ ഈ അറിവുകളെല്ലാം നേടി എന്നാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും എഴുതാൻ അവർക്ക് ഈ അറിവുണ്ടായത് അവർ തപസ് ചെയ്ത് നേടി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതൊരു മനോഹരമായ കള്ളമാണ്. ഒരാൾക്ക് തപസ് ചെയ്താൽ ഇത്തരം ഒരു അറിവ്, ഇത്രയധികം അറിവുകൾ തപസ് ചെയ്ത് ഒരാൾക്ക് നേടാൻ കഴിയും എന്നത് തെറ്റാണ്. അത് നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരു കള്ളം പറഞ്ഞു, നമ്മൾ അത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരായി തീർന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നവരെ ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത്. മുനിവര്യന്മാർ വർഷങ്ങളോളം 20,000 30,000 വർഷം തപസ് ചെയ്ത് നേടി ഈ അറിവുകൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത്ര നാൾ ജീവിച്ചിരുന്നവർക്ക് പിന്നൊരു 5,000 വർഷം കൂടി ജീവിച്ചിരുന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ വന്ന് ഞാൻ ഈ 20,000 വർഷമോ 30,000 വർഷമോ തപസ് ചെയ്ത് നേടിയതാണ് ഈ അറിവുകൾ, തെളിവുകളുണ്ട്, ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇതിനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല? അപ്പോൾ അതൊരു കള്ളമാണ്. നമ്മുടെ അറിവുകളെ പകർത്തി എഴുതിയതിന് അവർ കാണിച്ച തന്ത്രം, അവർ തപസ് ചെയ്താണ് ഇതെല്ലാം നേടിയത്, അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ ആ കള്ളം വിജയിക്കുന്നു. ഹരേ കൃഷ്ണ.